സത്യത്തിൽ ഓവർ തോട്ട്സ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലെത്തി. ഇപ്പം നോക്കി ഞാൻ ഈ മൊമെന്റ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പക്ഷികൾ കരയുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കുളിർമയുണ്ട്, വണ്ടികൾ ഇടയ്ക്ക് പോവും, പിന്നെ ആളുകളുടെയൊക്കെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെയുള്ള വീട്ടിൽ നിന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം. ഇങ്ങനെ പ്രകൃതിയും ചുറ്റുപാടൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ 5 സെൻസ് ഓർഗൻസില്ലേ, കാണാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. കേൾക്കുന്ന ശബ്ദങ്ങളൊന്ന് ഡെപ്തിൽ നമ്മൾ എപ്പോഴും തോട്ട്സിലാവുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് കേൾക്കാൻ ശ്രമിക്കുക. സ്മെല്ല്, എന്തെങ്കിലും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കുക. നമ്മൾ ടച്ച്, നമ്മൾ കാറ്റ് വരുന്നത്, ചൂട്, എല്ലാത്തിൻ്റെയും ഒരു ഫാൻ്റെ ചോട്ടിൽ പോയി ചൂടെടുത്ത് ഫാൻ്റെ ചോട്ടിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര റിലാക്സിങ് ഫീൽ അല്ലേ. അങ്ങനെ എല്ലാ സെൻസ് ഓർഗൻസും നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന ലൈനിൽ നമ്മൾ ആ ഒരു മൊമെന്റിൽ അവയർനെസ് കൊടുക്കുക. ഈ സെൻസ് ഓർഗൻസ് ത്രൂ നമ്മൾ പ്രസന്റിൽ നമ്മളുണ്ട് എന്നുള്ള ഒരു ബോധം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ തോട്ട്സിലായിരിക്കുന്ന സമയം നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാത്തൊരു ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അത് വിട്ടിട്ട് നമ്മളിങ്ങനെ തോട്ട്സിൽ ഒരു അവയർനെസ് കൊടുക്കുന്നത് നമ്മൾ ഹാബിറ്റാക്കി മാറ്റി. ഇപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ എവിടെയാണോ ഉള്ളത്, എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങൾ ഈ തോട്ട്സിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മുന്നിൽ കൂടെ ഒരു കീരി പോയി, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ ഞാൻ എന്തെങ്കിലും ചിന്തയിലാണെങ്കിൽ ആ കീരി പോകുന്നൊന്നും കാണൂല. അങ്ങനെ നമ്മൾ കുറച്ചൊരു അവയർനെസ് നമ്മളെ തോട്ട്സിൽ കൊടുക്കുക. ഞാൻ അത് ചിന്തിക്കുന്നതിന് ഇങ്ങനെ അയ്യോ ഞാനത് ചിന്തിക്കേണ്ട, കൺട്രോൾ അല്ല, അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു മൊമെന്റിൽ ഞാൻ ബാക്കി സെൻസസിനെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു സെൻസ് ഓർഗൻ തന്നെയാണ് മൈൻഡ് എന്ന് പറയുന്നത്, 11th സെൻസ് ഓർഗൻ ആണ്. പക്ഷെ അത് മാത്രം ഇങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിക്കും ഫംഗ്ഷൻ വേണ്ടേ. അപ്പം അതും നമുക്ക് കേടാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കി ഈ പറയുന്ന 5 സെൻസ് ഓർഗൻസ് നമ്മളൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ തോട്ട്സ് നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറയുന്നതും നമ്മളെ കാമാക്കുന്നതും നമ്മളെ ക്ലെൻസ് ചെയ്യുന്നതും ഭയങ്കര സമാധാനം നമുക്ക് കിട്ടും. ഈ ഓവർ തോട്ട്സ് ഓവറായിട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അതിൽ നിന്നൊക്കെ ടയർഡ്നെസ് ഒക്കെ കുറയ്ക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗ്ഗമാണ് നമ്മളിപ്പം ഈ ഒരു മൊമെന്റിൽ നമ്മളെ കണ്ടുകൊണ്ട്, ഈ ഒരു 5 സെൻസ് ഓർഗൻസിലെ കണ്ടുകൊണ്ട്, മൂക്കുകൊണ്ട്, ചെവി, ടച്ച്, ഭക്ഷണം കഴിക്കുമ്പം അറിഞ്ഞു കഴിക്കുക. ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുക. അത് തോട്ട്സിൽ കൊടുത്ത് നമ്മൾ ബാക്കി സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തൊന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മൾ ഉള്ള സാഹചര്യങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു മൊമെന്റ്, എന്താ പറയുക, ആ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓവർ തോട്ട്സ് ഇങ്ങനെ പതിയെ കുറയും. അത് നമ്മൾ ഹാബിറ്റാക്കി മാറ്റാൻ ശ്രമിക്കണം. നമ്മൾ ഓവർ തോട്ട്സ് വന്ന് നമ്മൾ ഹാബിറ്റായി. അപ്പോൾ ഇതും നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ തോട്ട്സിലുള്ള അവയർനെസ് കൊടുത്ത് നമ്മൾ കാമാവുന്നത്.